വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു Q&A ആണ് കേട്ടോ. ഞാൻ ഒരു മാസം മുമ്പ് നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന്. ഒരു മാസം കഴിഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. ഞാൻ പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, പക്ഷേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യാമെന്ന് കരുതി ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ഒരു ഫോൺ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഫോണിൽ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെക്കാനുള്ള മടി കാരണമാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കേണ്ടത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. യൂട്യൂബിൽ അങ്ങനെ കമ്മ്യൂണിറ്റി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് കേട്ടോ. യൂട്യൂബിൽ അങ്ങനെ ഒരു രീതിയിൽ വന്നിട്ടില്ല. അല്ലെങ്കിലും എനിക്ക് കുറച്ചുകൂടി റെസ്പോൺസ് കിട്ടുന്നത് ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴൊക്കെ യൂട്യൂബിൽ നമ്മൾ ഈ പോളൊക്കെ ചെയ്യുമ്പം അധികം ആൾക്കാരും ചെയ്യാറുണ്ട്. പക്ഷേ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ കമൻറ്റ് ചെയ്യാൻ കുറച്ച് മടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അമൃത. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ മാത്രം ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്താ ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പേര് ഞാനിവിടെ കാണിക്കാം കേട്ടോ, കാരണം ഞാൻ വായിക്കുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പേരല്ല, ആ ഒരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് ചോദിച്ചതെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി സ്റ്റഡി ആണോ ജോബ് ആണോ എന്നുള്ളതാണ്. സ്റ്റഡിയും അല്ല ജോബും അല്ല, ഇതുപോലെ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ഇപ്പം നിലവിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. ചേച്ചിക്ക് കുട്ടികളുണ്ടോ? കുട്ടികളുണ്ട്, ഒരാളുണ്ട്, 2 വയസ്സായി കേട്ടോ. ഉണ്ടെങ്കിൽ പേരെന്താണ്? യാഷ്വിൻ എന്നാണ് ആളുടെ പേര്. ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ആ ഉറങ്ങുന്ന സമയം മാത്രമേ എനിക്ക് ഇത്ര സംസാരിച്ച് കഴിഞ്ഞിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. ആർ യു മാരീഡ്? യെസ്, ഇതിന് മുമ്പ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആർ യു മാരീഡ്? ഓഫ് കോഴ്സ് ഞാൻ മാരീഡ് ആണ്. നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എൻ്റെ മോനെ. ചില വീഡിയോസിലൊക്കെ അവൻ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അവനോ അല്ലെങ്കിൽ അവൻ്റെ കൈകളോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ചേച്ചിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഹൗ മച്ച്? ഇത് ഒരുപാട് പേരുടെ സംശയമായിരിക്കും. എൻ്റെ അടുത്ത് തന്നെ എന്നെ പരിചയമുള്ളവർ ചോദിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇതൊന്ന് കിട്ടുന്നുണ്ടോ, വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കിട്ടി തുടങ്ങിയോ എന്നുള്ളത്. കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 മാസമായിട്ട് ഇപ്പം യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. എത്രയാണെന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. കാരണം അത് റിലേറ്റഡ് ആയിട്ട് കുറേ എനിക്ക് ഇൻബോക്സിൽ ഇങ്ങനെ മെസ്സേജ് വരാറുണ്ട്. ചേച്ചി എത്ര രൂപയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനൊക്കെ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻകം പറയുന്നതായിരിക്കും കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞുതരും. അധികം ആരും പറയാറില്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എത്രയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. യുവർ ഫേവറേറ്റ് ഫേസ് മാസ്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ഉണ്ട്. ഞാൻ അവരറിയുടെ രാഗിയുടെ, അതുപോലെ തന്നെ റാഗിയുടെ, പിന്നെ നമ്മുടെ റൈസിൻ്റെ ഒക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് മാസ്ക് ആണ് കേട്ടോ. വീട് എവിടെയാണ്? വീട് കാലിക്കറ്റ് ആണ് കേട്ടോ. മുഖത്തിന് കൂടുതൽ മാറ്റം തോന്നിയ ഫേസ് പാക്ക് അതുപോലെ തന്നെ 2-3 ഉണ്ട്. ഏറ്റവും കൂടുതൽ മാറ്റം തോന്നിയിരിക്കുന്നത് ഞവരരിയുടെ ഫേസ് പാക്ക് ആണ്. കാരണം നമ്മളിപ്പോൾ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര റിസൾട്ടായിട്ട് തോന്നത്തില്ല. അത് എനിക്ക് ഞവരരിയുടെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. എൻ്റെ റിസൾട്ട് കണ്ടിട്ടാണ് രണ്ടാമത് എൻ്റെ അമ്മ അത് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ ആ റിസൾട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ അമ്മ സമ്മതിച്ചത്. രണ്ടാമത് ഞാൻ അമ്മയുടെ ഫേസിലും കൂടി ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയും ഫേസ് പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ മുഖത്ത് പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല? ഓഫ് കോഴ്സ് പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് എനിക്ക് പിമ്പിൾസ് വരുന്നത് തന്നെ ഒരു ശീലമായിരുന്നുണ്ട്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ദിവസം ഒരു പാക്ക് യൂസ് ചെയ്താലും നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേറെ പാക്കുകൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് കുട്ടി പിമ്പിൾസ് എന്ന് രാവിലെ എനിക്കിപ്പോൾ പുതിയ പിമ്പിൾസ് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഡിഫറൻസ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്ത് പോവുക. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ പാക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡെയിലി സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പിമ്പിൾസും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ചാൻസ് കുറയും കേട്ടോ. അപ്പോൾ ഞാനത് സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിമ്പിൾസൊക്കെ വരുന്നത് കുറഞ്ഞു. നൈറ്റിൽ ഞാൻ ഇതുപോലെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ചെയ്യുന്നതുകൊണ്ട് മോർണിംഗിൽ അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും വരാണ്ടായിട്ടോ. അതിന് മുമ്പ് ഞാൻ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫേസ് പാക്ക് പറഞ്ഞു തരുമോ? ഏറ്റവും നല്ലത്, നല്ല റിസൾട്ട് ഉള്ളത്, നല്ലൊരു ഫേസ് പാക്ക് പറഞ്ഞു തരണം. ഏറ്റവും നല്ല റിസൾട്ട് ഉള്ളത്, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തത്, ഇതുവരെ ചെയ്തതിൽ നല്ലത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഞവരരിയുടെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് തന്നിട്ടുള്ളൊരു പാക്കാണ്. സൈഡ് എഫക്റ്റും ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചിലർക്ക്, അതായത് അത് ആ ഞവരരിയുടെ പ്രശ്നമല്ല, ഞാൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പാലാണ്. അപ്പോൾ ചിലർക്ക് പാല് പറ്റത്തില്ല. അപ്പം അങ്ങനെ ചില സൈഡ് എഫക്റ്റും കാര്യങ്ങളും വരിക എന്നല്ലാണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് സ്യൂട്ട് ആയിട്ടുള്ളതായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിരിക്കും. അതൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലതെന്ന് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് മോശമായിട്ടും വരാം. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല.
ചേച്ചിക്ക് BTS ഇഷ്ടമാണോ? BTS ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് കാണാറില്ല. ഞാൻ അവരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ റെഗുലർ ആയിട്ട് ഇരുന്ന് കാണുന്ന ആളല്ല. ഞാനൊക്കെ 19 കിഡ്സ് ആണല്ലോ, അപ്പം കുറച്ച് വയസ്സായി. ഇപ്പോഴത്തെ ജനറേഷൻ ആണല്ലോ. അപ്പം എൻ്റെ സിസ്റ്ററൊക്കെ ഭയങ്കര ഫാനാണ്, സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് കാണാം. അപ്പം ഞാനങ്ങനെ ഫോളോ ചെയ്യാറില്ല മെയിനായിട്ട്. അപ്പോൾ ഇഷ്ടക്കേട് കാര്യങ്ങളൊന്നുമില്ല, ഫോളോ ചെയ്യാറില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ചേച്ചിയുടെ ഏജ് എത്രയായി? എനിക്കിപ്പോൾ 26 വയസ്സായി. യുവർ അംബീഷൻ. ഇപ്പം അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചാനൽ നല്ല രീതിയിൽ ഇതിനേക്കാൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ആവണം, നല്ലൊരു ഇൻകം കിട്ടണം എന്നൊക്കെ തന്നെയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ അംബിഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും വിഷമിച്ചതുമായിട്ടുള്ള ദിവസം അതെൻ്റെ ഡെലിവറി ഡേറ്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്, നമുക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ ഓഫ്കോഴ്സ് അങ്ങനെയാണല്ലോ ഒരു അമ്മമാരാകുമ്പോൾ കുഞ്ഞുണ്ടാകുമ്പോൾ. പക്ഷെ അന്ന് തന്നെയാണ് ഏറ്റവും വിഷമിച്ചത്. കാരണം ആ സമയത്ത് എൻ്റെ ഭർത്താവിന് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. ഭയങ്കര പനിയായിരുന്നു ആൾക്ക് ആ സമയത്ത്. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ദിവസം ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതും ഹാപ്പി മൊമെൻറ്റും സാഡ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെലിവറി ഡേറ്റ് ആണ്. നല്ല മഴ പെയ്യുന്നുണ്ട്, ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. യുവർ ഫേവറേറ്റ് ഫേസ് പാക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞു ഫേസ് ക്ലിയർ ആവാൻ എത്ര ഡേയ്സ് എടുക്കും പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ട്? അത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ല ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഒരു 1 മന്ത് കൊണ്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്ത് വേണ്ട പാക്കുകളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. ചേച്ചി ടാൻ പോകാനും ബ്രൈറ്റ് ആവാനും എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ? ഒരുപാട് ടിപ്സ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവും തൈരും കസ്തൂരി മഞ്ഞൾപ്പൊടി, അത് നല്ല രീതിക്ക് നമ്മുടെ ടാൻ മാറ്റും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ കടലമാവും കസ്തൂരി മഞ്ഞൾപ്പൊടിയും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് അപ്ലൈ ചെയ്താൽ മതി. നന്നായിട്ട് ടാൻ മാറുകയും ചെയ്യും, ബ്രൈറ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഇതല്ലാണ്ട് ഒരുപാട് പാക്കുകളുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെയാണെന്നുള്ളത്. ചേച്ചി ഏതാണ് ബെറ്റർ സൺക്രീം ആൻഡ് മോയ്സ്ചറൈസർ ഫോർ നോർമൽ സ്കിൻ? എൻ്റെത് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ന്യൂട്രിജേനിൻ്റെ സൺക്രീം ആണ് കേട്ടോ. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞല്ലോ, നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. അടിപൊളിയാണ്. നോർമൽ സ്കിന്നിന് ഇത് രണ്ടും അടിപൊളിയായിട്ട് സ്യൂട്ട് ആവും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. എൻ്റെ നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ചേച്ചിയുടെ ബിഗ് ഫാനാണ്. ഇത് വേറെ ആരുമല്ല, ഇത് എൻ്റെ അനിയത്തിയാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഒരു Q&A ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടാലും അപ്പം വരും ഞാൻ ചേച്ചിയുടെ ബിഗ് ഫാനാണെന്നും പറഞ്ഞിട്ടുള്ള കളി. ഒന്നും പറയാനില്ല. കൊറിയൻ ഗ്ലാസ് സ്കിന്ന് ശരിക്കും വരുമോ, അത് പെർമനൻ്റ് ആണോ എന്നുള്ളത്? കൊറിയൻ ഗ്ലാസ് സ്കിന്ന് ശരിക്കും വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഗ്ലാസ് സ്കിന്ന് ഒരിക്കലും നമുക്ക് വരത്തില്ല. വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം അവരുടെ ഫുഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലൈമറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ സ്കിന്നിന് നല്ലൊരു ഗ്ലാസ് സ്കിന്ന് വരുത്താൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് അവരുടെ അത്ര ഇല്ലെങ്കിലും നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കാണുമ്പോൾ ഭയങ്കര ഒരു തിളങ്ങുന്ന പോലത്തെ ഒരു സ്കിന്നൊക്കെ നമുക്ക് വരുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ ഇതുപോലെ ഒരു കുറച്ച് പാക്കുകളും സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ആവും കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ചേച്ചി ചെയ്ത കൊറിയൻ ഗ്ലാസ് സ്കിന് ഞാനിപ്പോൾ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് വായിച്ചല്ലോ, അതേ ആൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചേച്ചി ചെയ്ത കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ വീഡിയോ കാണുന്ന പോലെ റിസൾട്ട് ഉണ്ടാകുമോ? ആ വീഡിയോയിൽ കണ്ട പോലത്തെ റിസൾട്ട് എന്തായാലും ഉണ്ടാകും. ആ വീഡിയോയിൽ യാതൊരു വിധത്തിലുള്ള ഫിൽറ്ററും കാര്യങ്ങളും ചേർത്തിട്ടല്ല ഞാൻ ഒരു ഗ്ലോ വരുത്തിയേക്കുന്നത്. ആ കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ ആ ഒരു പാക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ. ആ ഒരു റൈസിൻ്റെ ആയിരിക്കും ഇയാൾ ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ റിസൾട്ട് കിട്ടുമ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ചെറിയ മാറ്റം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ വലിയ യൂട്യൂബർ ഒന്നും അല്ലല്ലോ. നമ്മളെ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ തന്നത് വലിയ ഭാഗം. ഞാൻ വിചാരിച്ച ആർക്കും ചോദിക്കാനുണ്ടാവില്ല. ചമ്മോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ ആൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ ആകെ മൊത്തം നാറിപ്പോയേനെ. പക്ഷേ കുറച്ച് പേരൊക്കെ ചോദിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെയും നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.